16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആമേൻ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും അടുത്തുള്ള ആഴ്ചകളിൽ ലീവാകാൻ പാടില്ല, വീട്ടിൽ ഇരിക്കാൻ പാടില്ല, എല്ലാവരും വരണം. കർത്താവിനിൽ ആഴമായി ഞാൻ സന്തോഷിക്കുന്നു ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളോട് പറയുന്നതിൽ. ഒരിക്കലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് വന്ന് പറയുന്ന കാര്യമല്ല ഇത്, മറിച്ച് ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിനകത്ത് ഒരാഗ്രഹം തോന്നി എന്നെ വീണ്ടും ഈ വിഷയത്തിനകത്തേക്ക് ചിന്തകളെ കൊണ്ടുപോയി നൽകി തരുന്ന കാര്യമാണ്. ഇതൊരു റൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ പ്രത്യേക ആശയം തുറന്നു വരും, അടുത്ത ദിവസങ്ങൾ തുറന്നു വരും. അതിന് കാരണമായി ഈ ഒരു രൂപത്തിലല്ല എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആദ്യം തന്നത്. പക്ഷേ ഞാൻ ഹൃദയം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത വചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് പറയുന്നു. സമയം നോക്കാതെ ഇടപെടുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന കാര്യമാണ്. സമയം നോക്കാതെ ഇടപെടുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. അത് എത്ര പ്രശ്നമുള്ളതായിരുന്നാലും എത്ര ചെറുതായിരുന്നാലും പരിശുദ്ധാത്മാവിന് ആ വിഷയത്തെ തൊടാം. എത്ര പേര് വിശ്വസിക്കുന്നു? അതിന് നല്ലൊരു വാക്യമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ വ്യാപരിക്കും. അതെത്ര പ്രശ്നത്തിലും വ്യാപരിക്കും. ഒരു തിയറി ആയിട്ട് തുടങ്ങാനാണ് താല്പര്യപ്പെടുന്നത്, പക്ഷെ ദൂതായിട്ടാണ് തുറന്നു വരുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എത്ര കൊള്ളത്തില്ലെന്ന് പറയുന്ന സമയത്തെയും നിങ്ങൾക്ക് രുചിക്കാൻ പറ്റുന്ന രീതിയിൽ രൂപഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ അറിയേണ്ടതിനായി ഇങ്ങനെ കുറിച്ചത്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. യുഗങ്ങൾക്കകത്ത് അനങ്ങാതെ കടന്ന ചില വിഷയങ്ങളെ അനക്കിയത് ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. മനുഷ്യ മനസ്സുകൾക്കകത്ത് തിരിച്ചറിവുകളില്ലാതെ വണ്ണം അനങ്ങാതെ കടന്ന വിഷയത്തെ അനക്കാൻ പരിശുദ്ധാത്മാവ് എടുത്ത നിയോഗം ഇന്നും ശക്തിയോടെ ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആത്മാവിൽ ഞാനിങ്ങനെ ഉറച്ച് പ്രഖ്യാപിക്കുന്നു, മനുഷ്യൻ്റെ ഇഷ്ടമോ അവൻ്റെ സമയമോ അവൻ്റെ താല്പര്യത്തിനോ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരാൾ വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഒരു സമൂഹത്തെ പോലും തിരിക്കാൻ കഴിയുന്ന രീതിയിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോകുക. അതുകൊണ്ടാണ് ആ വാക്യം ഇങ്ങനെ പറയുന്നത്, ലോകം അവനെ അറിയുന്നില്ല, അറിയാത്തത് കൊണ്ട് അവനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ അവനെ അറിയുന്നത് കൊണ്ട് അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും അവനെ അനുഭവിക്കുവാനും പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ആമേൻ. ഒന്ന് കരമൊന്ന് തട്ടി നന്നായി സ്തോത്രം ചെയ്താട്ടെ. നന്നായിട്ട് കരമൊന്ന് തട്ടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു അഡ്വക്കറ്റിനെ പോലെ അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പോയി പറയാൻ പറ്റാത്തടുത്ത് നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പോയി നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തടുത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രൂവ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു കാര്യസ്ഥൻ്റെ റോള് നിവർത്തിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട കാര്യസ്ഥനായി ഭൂമി നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുക, ആഴമായുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് തുടങ്ങുവാൻ, ആത്മാവിനെ അതിൻ്റെ ശക്തിയോടെ അനുവദിക്കുവാൻ, ആഴത്തിൽ വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലുള്ളൊരു പ്രവർത്തനം പരിശുദ്ധാത്മാവിന് നമുക്ക് കാണാൻ കഴിയും. ആരാണ് ഹോളി സ്പിരിറ്റ്? ഹല്ലേലൂയ. ഇന്ന് ഈ തുറന്നു വന്നൊരു കാലഘട്ടം ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത, തെറ്റിദ്ധരിക്കപ്പെട്ട പോയ ഒരു വ്യക്തിത്വവുമാണ് പരിശുദ്ധാത്മാവെന്ന് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ബൈബിളിനകത്ത് പറയപ്പെട്ടൊരു വാക്ക് അന്വർത്ഥമാകുന്നത് പോലെ അവനെ ഹല്ലേലൂയ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്ന വാക്ക് വായിച്ചുകൊണ്ട് തന്നെ മനഃപൂർവമായി ശരീരത്തിനകത്തും മനസ്സിനകത്തും കടന്നു വരുന്ന വാക്കുകളും ആശയങ്ങൾ കൊണ്ടും ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുടെ ഒരു കാലഘട്ടം കൂടിയാണിത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് കാരണമാകുന്നതിന് ഇന്ന് സോഷ്യൽ മീഡിയയും കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതെല്ലാം അനുഭവങ്ങൾ ദൈവത്തെ ഉയർത്താൻ നമുക്ക് ലഭിക്കുന്നുവോ ആ മേഖലകളിൽ ഒരു സൈഡ് വഴിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വലിയ ശക്തിയോടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, പരിമിതമായ അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട് മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഏറ്റുപറയാനുള്ള മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ഒരാശയം പറഞ്ഞു തുടങ്ങട്ടെ. ഇപ്പോഴും ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകാത്തതിൻ്റെ പിന്നിലൊരു കാരണം, ഹല്ലേലൂയ, അയച്ചവൻ്റെ സമർപ്പണമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്ക് ഇങ്ങനെയായിരുന്നു: ഞാൻ കടന്നു പോയ ശേഷം ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. പിതാവ് വാഗ്ദത്തം ചെയ്ത, പുത്രൻ നമ്മോട് പറഞ്ഞ, പുത്രൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷമായി ഭൂമിയിൽ അയക്കപ്പെട്ട രണ്ടാമത്തെ കാര്യസ്ഥനായി യേശുവിന് ശേഷം, ഹല്ലേലൂയ, നമ്മളുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്ന ആത്മാവ് ഇവിടെ വിട്ടുപോകാത്തതിൻ്റെ പിന്നിലെ കാരണം, പോകാൻ കഴിയില്ല, അതുപോലെ ഒരു യാഗമരണം ക്രൂശിൽ നടത്തപ്പെട്ടു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി, എൻ്റെയും നിൻ്റെയും ഹല്ലേലൂയ അവസ്ഥകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ യാഗമായ പങ്കപ്പാട് നിലനിൽക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളെ വിട്ടുപിരിയാത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ ശരിയായ വശങ്ങളെ അതിൻ്റെ തലങ്ങളിൽ അനുഭവിക്കാൻ കഴിയാതെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ വിട്ടുകളയാൻ പാടില്ല. ആഴത്തിൽ അനുഭവിക്കുവാനും ആഴത്തിൽ നിങ്ങളുടെ ലൈഫിൽ അനുവദിക്കുവാനും തയ്യാറാകണം. ആമേൻ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ താല്പര്യപ്പെട്ടാൽ ഭൂമിയിൽ നിന്ന് അവൻ സമ്പാദിച്ച എല്ലാ യോഗ്യതകളെക്കാൾ വലിയ യോഗ്യതയോടെ അവൻ ഭൂമിയിൽ ദൈവം അവനെ നിർത്തും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ? നിങ്ങളുടെ യോഗ്യതകൾ എത്ര ചെറുതായിരുന്നാലും, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടിയെന്നൊരു ഭാഗത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാതെ വണ്ണം ആത്മാവിനെ നന്നായി ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങളിൽ അന്വർത്ഥമായി തീരാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസി സൂക്ഷിക്കുന്നത് ഏകദേശം 2 മിനിറ്റ് ഞാൻ കേട്ടിരിക്കുവാനിടയായിത്തീരുന്നു. വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് വിദ്യാഭ്യാസം ചെയ്ത ഒരു പാസ്റ്റർ മോളാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ 3 വർഷമായി പരിശുദ്ധാത്മാവ് ഞങ്ങൾ ആരാധിക്കുന്നവരാണ്. പക്ഷെ കഴിഞ്ഞ 3 വർഷം മുമ്പാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായത്. ഹല്ലേലൂയ. അനുഭവിക്കുവാനും ആത്മാവിലുള്ള പ്രാർത്ഥനകൾ, അന്യഭാഷകളിലുള്ള പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, ഒരു പാട്ടിൻ്റെ അനന്തരമായി നമ്മൾ ഉച്ചരിക്കുന്ന അന്യഭാഷയല്ല, നിരന്തരമായുള്ള പ്രാർത്ഥനകൾ അന്യഭാഷയിൽ അവർ തുടങ്ങിയപ്പോൾ അവർ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും സക്സസ് എന്ന് അദ്ദേഹം പറഞ്ഞു.
ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് മേഖലയാണ് പ്രയാസപ്പെട്ട് നിൽക്കുന്നത്? നിങ്ങൾ അന്യഭാഷയിൽ ആത്മാവിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യപ്പെടുക, ആഗ്രഹിക്കുന്നു. മറ്റൊരു ആളും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വിജയിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? ബൈബിളിനകത്ത് പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ വെളിപ്പെടുത്തിയിരിക്കുന്നത് സഹായി എന്നാണ്. സഹായി. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ സഹായിയായ ഹല്ലേലൂയ സ്ത്രീ അല്ലെങ്കിൽ കൂട്ടുകൊടുത്ത ആള് തെറ്റിപ്പോയപ്പോൾ ദൈവം രണ്ടാമത് പുതിയ നിയമത്തിൽ കൊടുത്ത സഹായിയാണ്. നിന്നെ തെറ്റിച്ച് കളഞ്ഞ തെറ്റിപ്പോയ ആളെയും ശരിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു സഹായിയെയും കൂടെ നിനക്ക് നൽകാൻ പോവുകയാണ്. ആ സഹായിയാണ് ഹോളി സ്പിരിറ്റ്. അവൻ്റെ സഹായം ഹല്ലേലൂയ നിങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെടട്ടെ. ഏത് കാര്യം ചെയ്യാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയൊക്കെ പറയും, വാക്യമൊന്നും ചോദിക്കരുത്. ഉള്ളത്തിൽ വെളിപ്പെടുന്ന ഒരു കോൺഫിഡൻറ്റിനകത്ത് പറയുകയാണ്. നിങ്ങളുടെ ഏത് കാര്യത്തിനും വേണ്ടിയും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ആമേൻ. നിങ്ങൾ പഠിച്ച ജോലിയോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ നോക്കുമ്പോഴാണ് പാസ്റ്റർമാരിൽ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരിൽ മാത്രം വേർതിരിക്കപ്പെട്ടവരിൽ കേന്ദ്രീകരിക്കപ്പെട്ടാണ് പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാണുന്നത്. പക്ഷെ പഴയ നിയമത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. ഈ ഷണ്ണന്മാരായി യെരൂശലേമിൽ നിന്ന് പിടിക്കപ്പെട്ടുകൊണ്ടുപോയ യഹൂദ ബാലന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ബാബേൽ എന്ന രാജ്യത്തിൻ്റെ നിയമ നിർവഹണം നടത്തുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പ്രത്യേക ആൾക്കാരായി നിയോഗിക്കപ്പെടുമ്പോൾ ദാനിയേൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഏറ്റവും പ്രാപ്തിയോടെ ആ രാജ്യത്തിന് വേണ്ടി ചിന്തകളെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. യോസഫിനെ നോക്ക്. ഹല്ലേലൂയ. ആത്മപൂർണ്ണനാണ് പറഞ്ഞത്. ആത്മാവ് നിറഞ്ഞവനെന്നാണ് യോസഫിനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ പിന്നിൽ കാരണം? പുതിയ നിയമത്തിൽ ശുശ്രൂഷകന്മാരിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തവരിൽ മാത്രം പ്രകടമായി വെളിപ്പെടുത്തി സൂചന നൽകി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിനകത്ത് നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ ദൈവം രാജാക്കന്മാരുടെ മേൽ, ന്യായാധിപന്മാരുടെ മേൽ, പ്രവാചകന്മാരുടെ മേൽ, ഹല്ലേലൂയ മന്ത്രിമാരുടെ മേൽ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത പ്രവൃത്തികളെ കാണാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 7 തരത്തിലാണ് ഹോളി സ്പിരിറ്റ് അവരുടെ മേൽ വെളിപ്പെട്ടു വന്നിരുന്നത്. ജ്ഞാനം, വിസ്തം വെളിപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. ജ്ഞാനം വെളിപ്പെട്ടു, ബുദ്ധി വെളിപ്പെട്ടു. ഈ ബുദ്ധി എന്ന വാക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അല്പം കൂടെ ആഴത്തിലാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ ഏത് വിഷയത്തിനകത്തും അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. വെളിപ്പെടട്ടെ യേശുവിനെന്നാണ്. ഞാനത് വെറുതെ പറഞ്ഞു വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പുതിയ നിയമത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല, പ്രസംഗം തുടങ്ങിയിട്ടില്ല. ഇത് വേറെ രീതിയിലാണ് തുറന്നു വരുന്നത്. ആ രീതിയിലങ്ങ് ഞാൻ തുടങ്ങുവാണ്. പഴയ നിയമത്തിൽ 7 ആത്മാവിനെ കാണാം. ഒരാത്മാവേ ഉള്ളു, പക്ഷേ 7 രീതിയിൽ വെളിപ്പെടുന്നത് കാണാം. ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവായി ശലോമോന്റെ മേൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ശലോമോൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ച, കർത്താവേ എനിക്ക് ഈ രാജ്യത്തെ ഭരിക്കാൻ അങ്ങയുടെ ജ്ഞാനം ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ ജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ചു. തലേ കൈവച്ചു വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. ജ്ഞാനം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ബുദ്ധി എന്ന വാക്ക് അണ്ടർസ്റ്റാൻഡിങ്, ദ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ഏതൊരു വിഷയത്തിനകത്തും നിങ്ങൾക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ കഴിയുന്ന ഒരാത്മാവ് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിയമനിർവഹണം നടത്തുന്ന ഹല്ലേലൂയ കളക്ടർമാരുടെ മേലൊക്കെ ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയറായി വെളിപ്പെട്ടത്. യോസഫിൻ്റെ മേലൊക്കെ അതാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. മുന്നിൽ വരാൻ പോകുന്ന ക്ഷാമത്തെ
ക്ലിയറായി നേരിടാൻ പറ്റുന്ന രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവരുടെ മേൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ക്ഷാമം വരുമെന്നല്ല, ആ ക്ഷാമത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ള ആ അറിവ്, ആ അണ്ടർസ്റ്റാൻഡിങ് അവരുടെ മേൽ വെളിപ്പെട്ടു. ആമേൻ. ഇത് ഇവരുടെ മേൽ, നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് മാറാകട്ടെ. ഹല്ലേലൂയ. ഇത് എവിടെയായിരിക്കുന്നത്? ആത്മാവിനകത്ത് ഉണ്ട്. ഹല്ലേലൂയ. ആലോചനയുടെ ആത്മാവ്, ഉപദേശത്തിന്റെ ആത്മാവ്. ഇംഗ്ലീഷിൽ കൗൺസിൽ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ. ഹല്ലേലൂയ. ഇന്ന് കൗൺസിലിംഗ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? വ്യത്യസ്ത തലങ്ങളിൽ, മെഡിക്കൽ സൈഡിലും അല്ലാതെയുമായി വ്യത്യസ്ത രീതിയിൽ കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്. പക്ഷെ ബിബ്ലിക്കലായി നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക, ഹല്ലേലൂയ, ഒരു ഗുണഫലമായിട്ടാണ് വെളിപ്പെടുന്നത്. ഗുണഫലമായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്ന് ആ വ്യക്തിയിലൂടെ ഒരു ഗുണഫലമായി ലഭിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് കൗൺസിലിങ്ങിനെ ദൈവം കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമാറാകണം. ഹല്ലേലൂയ. ഒരു വ്യക്തി നിന്റെ അടുക്കൽ പ്രശ്നപരിഹാരത്തിനായി വരുമ്പോൾ അവർക്ക് കൃത്യമായ പ്രശ്നപരിഹാരം പറഞ്ഞു കൊടുക്കുന്ന, അത് ജീവിത പ്രശ്നമാകാം, ഹല്ലേലൂയ, ശാരീരിക പ്രശ്നമാകാം, മാനസിക പ്രശ്നമാകാം, വ്യത്യസ്ത തലങ്ങളിൽ ദേശത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ കൗൺസിൽ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. സഹോദരൻ പറയാമോ? ഇതിന് ആഴത്തിൽ തുറന്നു വരാനായിട്ട്, ആമേൻ, അറിവ് ആണ് അടുത്തത്. അടുത്തത് ശക്തിയാണ്. മൈറ്റി, പവർ. ഹല്ലേലൂയ. ശക്തിയുടെ ആത്മാവ്. പഴയ നിയമത്തിൽ ശക്തി എന്നതിനേക്കാൾ ബലം എന്നാണ് പറയുന്നത്. ബലത്തിൻ്റെ. ഹല്ലേലൂയ. യഹോവ ബലം നൽകുന്നവനാണെന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അവൻ, ഹല്ലേലൂയ, ശക്തി പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, കൂടുതൽ കാര്യങ്ങൾ അറിയാനും നൽകുവാനും പറ്റുന്ന രീതിയിൽ. അടുത്തത് ഭയമാണ്. ദൈവ ഭയം നൽകുന്ന ആത്മാവ്. ഈ ഒരു വിഷയം നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. അടുത്ത വിഷയം ദൈവത്തിൻ്റെ സന്തോഷം എന്നൊരു വിഷയം കൂടെ പഴയ നിയമത്തിലുണ്ട്. അങ്ങനെ 7 തരത്തിലകത്താണ് ആത്മാവ് ഗുണഫലമായി വ്യക്തികളിൽ വെളിപ്പെട്ടത്. ആമേൻ. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് വെളിപ്പെട്ട ഒരാളേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. എന്തിനാണ് യേശു ക്രിസ്തു വെളിപ്പെട്ടത്? നമുക്ക് നോക്കിക്കാണാനോ? അല്ല. യേശു ക്രിസ്തു മുതൽ ബാക്കിയുള്ളവരിലെല്ലാം എന്ത് വെളിപ്പെടണം? ഏതെങ്കിലും ഒരു ഭാഗം വെളിപ്പെട്ടാൽ പോരാ, അല്ലെങ്കിൽ ജ്ഞാനം വെളിപ്പെട്ടാൽ പോരാ, അണ്ടർസ്റ്റാൻഡിങ് വെളിപ്പെട്ടാൽ പോരാ, ആലോചന വെളിപ്പെട്ടാൽ പോരാ, ശക്തി വെളിപ്പെട്ടാൽ പോരാ, അറിവ് വെളിപ്പെട്ടാൽ പോരാ, ഭയം വെളിപ്പെട്ടാൽ പോരാ, ദൈവത്തിൻ്റെ സന്തോഷം വെളിപ്പെട്ടാൽ പോരാ, എല്ലാം വെളിപ്പെടണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവും അത് നിവർത്തീകരിച്ചപ്പോൾ മുതൽ എല്ലാ സ്പിരിറ്റിൻ്റെ, എല്ലാ ദൈവാത്മാവിൻ്റെ എല്ലാ ഗുണഫലങ്ങളിലും തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഓ സ്തോത്രം. ഇത് പറഞ്ഞിട്ട് മിണ്ടുന്നില്ലെങ്കിൽ അടുത്ത പറഞ്ഞാൽ എങ്ങനെ മിണ്ടും? എനിക്ക് ചിന്തയ്ക്കകത്ത് പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഭൂമിയിൽ നിന്ന് നേടിയെടുത്ത എല്ലാ ക്വാളിറ്റിയേക്കാളും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല യോഗ്യത പരിശുദ്ധാത്മാവിൽ ലഭിച്ചതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ പുറകെ കൈയടിക്കാൻ മാത്രം ഉള്ള ഒന്നല്ല ആത്മാവ്, ഒരു ശക്തി മാത്രമല്ല. ഹീസ് എ പേഴ്സൺ. അവനൊരു വ്യക്തിയാണ്. വിശുദ്ധ തൃത്വത്തിനകത്ത് മൂന്നാമത്തെ വ്യക്തിയെന്ന് നമുക്ക് പറയുന്നെങ്കിലും, ഹല്ലേലൂയ, ഏറ്റക്കുറച്ചിലുകളില്ലാത്ത, പിതാവിനോടും പുത്രനോടും സമനായ, കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്, വ്യക്തി തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ഒരു സമൂഹം പരിശുദ്ധാത്മാവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ദേശം തിരിയാൻ മറ്റൊരു കാരണം വേണ്ട. വായിച്ച കുറിവാക്യത്തിനകത്ത് 2 കാര്യം കിടപ്പുണ്ട്. ഒന്ന്, ലോകം അവനെ നിങ്ങൾ അറിയും.
നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അനുഭവിക്കാൻ വേണ്ടി തന്നതാ അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചേ. ലൂക്ക്. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. നമ്മൾ ഈ ദൈവത്തെ അറിയാവുന്നൊരു വിഷയത്തിനകത്തു നിന്നാണ് ആത്മാവിനെ അറിയാവുന്നൊരു ചിന്തയിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുറന്നു കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഇത് രാവിലെ ഈ ആഴ്ച തിയറിക്കലാണ് പോകുന്നത്. പക്ഷെ ഇത് നന്നായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലേക്ക് കൃത്യമായി നമ്മൾ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ അല്പം കൂടെ ഇൻട്രസ്റ്റഡ് ആകും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കർത്താവ് സഹായിക്കണം. അടുത്ത ആഴ്ചയിലേക്ക് അത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തിയത് പുത്രനാണ്. നിങ്ങൾക്കറിയാൻ കഴിയും. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് ഇന്നതെന്ന് അല്ലേ പുത്രനാണ് വെളിപ്പെടുത്തുന്നത്. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാനും. ആ വാക്യം ഒന്ന് വായിച്ചേ. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. അപ്പൊ പിതാവിനെ പുത്രനാണ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനെ വെളിപ്പെടുത്തിയത് ആരാണ്? പിതാവ് തന്നെയാണ് അല്ലേ? പിതാവ് തന്നെയാണ് പുത്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് നമുക്ക് കൃത്യമായത് അറിയാൻ കഴിയുന്നു. ഇവിടെ ഹോളി സ്പിരിറ്റിനെ പറ്റി കടപ്പില്ല. നാം വായിച്ച കുറിവാക്യത്തിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുത്രനെ വെളിപ്പെടുത്തുകയായിരുന്നു, പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും പിതാവിനെ സ്നേഹം അറിഞ്ഞതുപോലെ പുത്രന്റെ കൃപ അറിഞ്ഞതുപോലെ അല്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിക്ക് അനുഭവഭേദ്യമാകുന്ന രീതിയിൽ അവന്റെ ശാരീരിക മാനസിക തലങ്ങളിലേക്ക് വന്നിറങ്ങുന്നവനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ പ്രാർത്ഥനകൾക്കകത്ത് കിടക്കുന്ന ഒരു 3 ഭാഗമുണ്ട്. അതിനകത്ത് ഇത് കൃത്യമായി വെളിപ്പെടുന്നു. ഒന്ന്, ഫാദർ ലവ്, പിതാവിന്റെ പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ്. ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പറയുമ്പം സ്നേഹം അതിൻ്റെ തലങ്ങളിൽ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും കൃപ, പിതാവ് വെളിപ്പെടുത്തിയ സ്നേഹവും പുത്രൻ വെളിപ്പെടുത്തിയ കൃപയും മനുഷ്യൻ അനുഭവഭേദ്യമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ ഫെലോഷിപ്പിലാണ് നമ്മൾ തുറന്നു വരുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ച് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നിലുള്ളത് നമ്മളിലേക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ഇട്ട ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വെറുതെ വന്നതല്ല. ഹല്ലേലൂയ. അതിനെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു പരിമിതി വിട്ടിട്ട് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അതിലേക്കൊന്ന് മാറ്റി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി തുറന്നു വരും. അതുകൊണ്ട് ആദ്യം ഞാൻ കൂട്ടിയോജിപ്പിച്ചൊരു വാക്ക്, ഭൂമിയിൽ നിന്ന് നിങ്ങൾ കണ്ടെടുത്ത യോഗ്യതകൾക്കപ്പുറം ദൈവം നമ്മുടെ അകത്തിട്ടിരിക്കുന്ന ഒരു യോഗ്യതയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കിട്ടിയ പരിമിതിയിലല്ല ഭൂമിയിൽ നിങ്ങൾ നിലനിൽക്കേണ്ടത്. ഭൂമി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളിലൂടെ വേർതിരിക്കപ്പെട്ടതായതുകൊണ്ട് യോഗ്യതയായ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടുണ്ട്.
തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ഈ പട്ടണത്തെ നവീകരിക്കേണ്ട ശുശ്രൂഷ നിങ്ങളിലൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ആ നവീകരണത്തിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്യുവാനിടയായിത്തീരും. ആമേൻ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ആ പേര് തന്നെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ചിന്തകൾക്കകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാകാം. ഫാദർ ഗോഡ്, പിതാവായ ദൈവം. പക്ഷെ അടുത്ത 2 പദങ്ങളും പറയുമ്പോൾ ആ ഫാദറിൻ്റെ ആത്മാവെന്നോ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവെന്നോ ആ ദൈവത്തിൻ്റെ മകനോ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് പറഞ്ഞല്ലേ. ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ പറയുന്ന ആ തലത്തിൽ നിങ്ങളെ കിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ ആത്മാവ്. ഒരു വ്യക്തിയുടെ മകനെന്നോ ഒരു വ്യക്തിയുടെ ആത്മാവ് എന്ന ചിന്തയിലല്ല അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് നമ്മളിലേക്കും ഒരു യൂണിറ്റിയുടെ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കേണ്ടതിനാണ് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. 3 വ്യക്തികൾ തന്നെയാണ്. ദൈവാത്മാവെന്ന് നമുക്ക് അതിന് പുറമെ ചിന്തിക്കാം, പുത്രൻ എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും ഹല്ലേലൂയ, ആ ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഫാദർ ഗോണും ദൈവത്തിൻ്റെ പുത്രനെന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നും 3 വ്യക്തികളെ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഴങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന ചിന്ത ഫെലോഷിപ്പ് എന്ന പദമാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ തന്നിരിക്കുന്നത് ആഴമായ ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ്. ഒരു സ്വതന്ത്രം ചെയ്താണ്. ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരാതെ പഴയ നിയമത്തിലെ ആദ്യ ഭാഗങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവം ഏദനിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. നിലത്തെ പൊടിയിൽ, ഏദനിലേക്ക് വരുന്നതിന് മുമ്പ് നിലത്തെ പൊടിയിൽ നിന്ന് മണ്ണ് എടുത്ത് അത് കുഴച്ചിട്ട് ഒരു പ്രതിമയുണ്ടാക്കി. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു പ്രതിമയുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസമൂതി. ആമേൻ. 2 ഘടകം ഉണ്ടായി അവിടെ. ഒന്ന് ദൈവത്തിൻ്റെ ശ്വാസമായിരുന്നു, 2 മണ്ണിൽ നിന്ന് ഉളവായി വന്ന പ്രതിമയായിരുന്നു. എത്ര പേരെന്നെ കേൾക്കുന്നു? ഈ പ്രതിമയും ദൈവത്തിൻ്റെ ശ്വാസവും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ അതിന് ജീവനുണ്ടായി. വചനം പറയുന്നു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ ചിന്ത ഇനി ഈ വിഷയത്തിനകത്ത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ദൈവത്തിൻ്റെ ശ്വാസവും ദൈവത്തിൻ്റെ ആത്മാവും, ആമേൻ, മണ്ണും കൂടെ മണ്ണിൽ നിന്ന് ഉളവായി ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ടതിനകത്തേക്ക് ശ്വാസം വെളിപ്പെട്ട് വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം ദൈവത്തിനകത്തുള്ള സകല ഇഷ്ടങ്ങളും, ദൈവത്തിനകത്തുള്ള സകല വിചാരങ്ങളും വികാരങ്ങളും, ദൈവത്തിനകത്തുള്ള ഇച്ഛകളും മനുഷ്യനകത്തേക്ക് നൽകപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവം രൂപപ്പെടുത്തിയ പ്രതിമയിലൂടെയും ദൈവം വെളിപ്പെടുത്തിയതാണ് ദേഹി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്താണ് ദേഹി? നമ്മുടെ ദേഹി ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. എന്താണ് ദേഹി? ദൈവത്തിൻ്റെ ഹല്ലേലൂയ വികാരങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ചിന്തകളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഇട്ടതാണ്. നിങ്ങൾ നോക്കിയോ? ഇതിനു വേണ്ടി രൂപപ്പെട്ടു വന്നത് ഹല്ലേലൂയ ദൈവം അയച്ച ശ്വാസത്താൽ ഒരു ആത്മാവാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് ജീവൻ എന്നൊരു പദവേ അവിടെ കാണുന്നുള്ളൂ. ജീവൻ ഉള്ള ദേഹിയായി തീർന്നു അവൻ. ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ അവിടെ മനുഷ്യൻ്റെ അകത്തേക്ക് വെളിപ്പെട്ട ഒരു ആത്മാവിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ശരീരത്തെ പ്രദാനം ചെയ്യുന്ന മണ്ണിനെ പ്രദാനം ചെയ്യുന്ന ശരീരമാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തെ പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണെങ്കിൽ, ആത്മാവാണെങ്കിൽ, ഹല്ലേലൂയ, അതിലൂടെ ഒരുമിച്ചുളവായ ഒരു ദേഹി ദൈവത്തിൽ നിന്നുള്ളതിനെ വെളിപ്പെടുത്താനുള്ളതാണ്. ഇന്ന് ഭൂമിയിൽ
90% നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പുറത്തു കൊണ്ടുവരുന്ന ദേഹികളെ അല്ല, ദൈവത്തിൻ്റെ വികാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദേഹികളെ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പുറത്തു കൊണ്ടുവരുന്ന ദേഹികളെ അല്ല. പക്ഷെ മുണ്ടക്കയത്തിലെ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിലെ സഭയെ നോക്കിക്കൊണ്ട് ജീവിപ്പിക്കുന്ന ആത്മാവായി വിളിക്കപ്പെട്ട ദൈവാത്മാവിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ദേഹിയായി നീ മാറാൻ. എത്ര പേര് ദൈവത്തിൻ്റെ ദേഹിയായി മാറാൻ? എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടം പുറത്തു കൊണ്ടുവരുന്ന, ദൈവത്തിൻ്റെ വികാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, ദൈവ ഇഷ്ടങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദേഹിയായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു കണ്ടന്റ് നിങ്ങൾ ഗ്രഹിച്ചെങ്കിൽ നിങ്ങളുടെ ദേഹിയുടെ മേൽ വന്ന പരാജയങ്ങൾ പരിഹരിക്കപ്പെടും. ഞാൻ എന്തിനു, ഞാൻ ഈ ഭൂമിയിൽ എന്തിന് എന്നുള്ള വിഷയം ചിന്തിക്കുമ്പോൾ ഏറ്റവും പരാജിതമാക്കപ്പെട്ടു പോകുന്ന സ്ഥലം ദേഹിയാണ്. കാരണം ആദാം പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവം മണ്ണുകൊണ്ടും ആത്മാവ് കൊണ്ടും രൂപപ്പെടുത്തിയെടുത്ത ദേഹി മുഴുവനായും സാത്താൻ്റെ കയ്യിലായി പോയി. മനുഷ്യൻ്റെ ബലഹീനതയായി മാത്രം അവശേഷിക്കപ്പെട്ടു. ഇന്ന് പകല് ദൈവം അതിനെ തിരിച്ചു പിടിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനായിട്ട്, എൻ്റെ വികാരങ്ങളെ വെളിപ്പെടുത്തുന്ന, എൻ്റെ ഇച്ഛകളെ പുറത്തു കൊണ്ടുവന്ന ഒരാളായി അവൻ മാറണം. ഹല്ലേലൂയ. എഹെസ്കേൽ പ്രവചനത്തിനകത്ത്, യെശയ്യാ പ്രവചനത്തിനകത്ത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്, ഞാൻ അവനൊരു പുതിയ ഹൃദയം നൽകും, ഞാൻ അവന് ഒരു പുതിയ ഹൃദയം നൽകി എൻ്റെ ആത്മാവിനെ ഞാൻ അതിലുള്ളിൽ ആക്കും. ദാവീദ് പ്രാർത്ഥിക്കുന്നു, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നൽകണം. ഈ ഒരു തിയറി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഇതിങ്ങനെ വെളിപ്പെടുത്തിയാലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇതുകൊണ്ട് ഇത് പറഞ്ഞു വെച്ചതിൻ്റെ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹിക്കകത്ത് വന്ന പരാജയങ്ങളെ പരിഹരിക്കാൻ ദൈവം ഹല്ലേലൂയ ആത്മാവിനെ വീണ്ടും നിങ്ങളുടെ മേൽ അയച്ചു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ഈ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരാത്തതിൻ്റെ പിന്നിലെ കാരണം ആത്മാവ് വന്ന് പോയി. ആത്മാവ് വന്നത് പോകാൻ വേണ്ടി വന്നതല്ല. ഹല്ലേലൂയ. ആദമിൻ്റെ അകത്ത് വന്നത് പോകാൻ വേണ്ടി വന്നതല്ല, അവൻ കളഞ്ഞതാ. അതുകൊണ്ട് അവരുടെ മേൽ വീണ്ടും ആത്മാവിന് വരാൻ പറ്റാത്ത ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ട ആ ദേഹിയിൽ ഒരു കളങ്കം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ശരീരത്തിൻ്റെ മേൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളിലേക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഭവിച്ചവരും ഹല്ലേലൂയ കേട്ടവരും ആ ആത്മാവിനെ ഒരു ശക്തിയായി മാത്രം ഗ്രഹിക്കാൻ തുടങ്ങി, ശക്തിയായി മാത്രം അവതരിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ അവൻ കേവലം ശക്തിയല്ല, അവൻ ദൈവമാണ്. നല്ല ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പിതാവിനോട് സമനായ, പുത്രനോട് സമനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ കൂടെ വസിക്കുന്ന ആത്മാവ് ദൈവമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ പരിമിതിയെ പൊളിക്കാൻ ഇറങ്ങി വന്നത് ദൈവമാണ്. നിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുന്ന കൂടെ ഇരിക്കുന്ന ആള് ദൈവമാണ്. ഹല്ലേലൂയ. ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പദം ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതൊരു കാര്യത്തിന് നിങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകല് ഹല്ലേലൂയ പഴയ നിയമത്തിൽ ഉപയോഗിച്ചതുപോലെ
ഒരു ശക്തിയായി മാത്രം ഉപയോഗിക്കരുത്. അവനെ വ്യക്തിയായി അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മനസ്സിൻ്റെ ദേഹിക്കകത്ത് വന്ന സകല കളങ്കങ്ങളും എടുത്തു മാറ്റി പഴയ നിയമത്തിൽ ഏതെങ്കിലും ഉപദേശം നടപ്പിലാക്കി തിരികെ പോകുന്ന ഒരു ആത്മാവിൻ്റെ സ്വഭാവ വിശേഷണതയല്ല. അല്ലെങ്കിൽ കൃത്യമായി ദൈവവികാരങ്ങളെ, ദൈവ സ്വഭാവങ്ങളെ, ദൈവ ഇഷ്ടങ്ങളെ, ദൈവ ഇച്ഛകളെ നിന്നിൽ നടപ്പിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആ വ്യക്തിയാക്കി ദൈവം നിന്നെ മാറ്റും. ഇത് ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇതിങ്ങനെ തന്നെ തുറന്നു കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഴത്തിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇതിൻ്റെ തുടക്കത്തിൽ സംഭവിച്ച പരാജയം എവിടെയാണ്? അവിടെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. പൗലോസ് റോമാലേഖനത്തിലൂടെ വിവരിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ മേൽ ഹല്ലേലൂയ ആദാമിന് സംഭവിച്ച അപജയമാകുന്ന ഹല്ലേലൂയ ആ പരാജയത്തിന് മറുപടിയായി ക്രിസ്തു ക്രൂശിലിയാഗമായി ക്രിസ്തുവിൻ പറഞ്ഞ ആത്മാവ് നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. പക്ഷേ പഴയ മനസ്സ്, ഹല്ലേലൂയ, ആ പഴയ അവസ്ഥകൾക്കൊരു വ്യത്യാസം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ അനുവദിക്കണം. ഹല്ലേലൂയ. ദൈവമായി പറഞ്ഞതല്ല അപ്പടി നടപ്പിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളാണ് അനുവദിക്കാതിരിക്കുന്നത്. നമ്മളാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് കൂടുതലായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാത്തത്. ഒന്ന് തുറന്നു വിടാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ പട്ടണം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് വെറുതെ നിൽക്കാതെ വണ്ണം ആത്മാവിൻ്റെ ശക്തി ഉള്ളതുപോലെ തുറന്നു വിടാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ രൂപൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഇങ്ങനെ ഇരിക്കാനല്ല, മറിച്ച് ഒരു ആത്മപ്രവൃത്തി സംഭവിക്കാൻ പോവുക. അനങ്ങാത്തത് ഇനി അനങ്ങാതിരിക്കില്ല, ചിലത് അനങ്ങും. ദൈവത്തിന് ഇതൊരു വിഷയമല്ലെന്ന് എത്ര പേർക്കറിയാം? മരണം ദൈവത്തിനൊരു വിഷയമല്ല. ആമേൻ പറയുന്നവർക്കായി സ്തോത്രം. രോഗം ദൈവത്തിനൊരു വിഷയമല്ല. പാരമ്പര്യവും ദൈവത്തിനൊരു വിഷയമല്ല. മടുപ്പും ഹല്ലേലൂയ ദൈവത്തിനൊരു വിഷയമല്ല. ഹല്ലേലൂയ. ഉത്സാഹം വെളിപ്പെടട്ടെ, ആത്മാവിൻ്റെ ഉത്സാഹം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഉത്സാഹം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്? നിന്റെ സൃഷ്ടിപ്പിനകത്തും ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു 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 പാട്ടിലൂടെ നമ്മൾ പറയുന്നൊരു വചനമുണ്ട്. ഹല്ലേലൂയ. കുശവൻ കുഴച്ച് ഹല്ലേലൂയ അത് ഉടഞ്ഞു പോയെങ്കിൽ അതിനെ വീണ്ടും പണിയാൻ, ഹല്ലേലൂയ, വീണ്ടും പണിയാൻ കഴിയും. ആർക്ക് കഴിയും? ഹല്ലേലൂയ. ആ പണി നടക്കുന്ന സ്ഥലമാണ് ആത്മാവിനാൽ നമ്മളിൽ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ലഭിക്കപ്പെട്ട യോഗ്യത അനുസരിച്ച് അതിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനാണ്. യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഹല്ലേലൂയ. എത്ര നാൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ അടങ്ങിയിരിക്കും? ആമേൻ. വചനം പറയുന്നു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ വികാരത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വികാരം എന്ന വാക്ക് ഞാൻ പറയുന്നതിൻ്റെ പേരിലെ കാര്യം തന്നെ പരിശുദ്ധാത്മാവിനെ വിരോധമായി സംസാരിച്ച് ദുഃഖിപ്പിക്കരുതെന്നൊരു വാക്കുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്നാ ഉണ്ട്? ദുഃഖമുണ്ട്. എന്തുകൊണ്ട്? ദുഃഖം ഒരു നല്ല വികാരം തന്നെയാണ്. നിങ്ങൾക്ക് പ്രവൃത്തിയിലൂടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. യേശുവിനോടോ പിതാവിനോടുള്ള ബന്ധത്തിൽ അത് പറയുന്നില്ല. കാരണം അൺലിമിറ്റഡ് ഗ്രേസ് ഒഴുകുന്ന സ്ഥലമാണ് ക്രിസ്തുവിലൂടെ. അൺലിമിറ്റഡ് ലവ് ഒഴുകുന്ന സ്ഥലമാണ് പിതാവിലൂടെ. പക്ഷെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? അതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട്. ആ സത്യം എന്നാണെന്നറിയാവോ? അനുവദിക്കപ്പെട്ടാൽ വീണ്ടും കളങ്കമാകുന്നത് നമ്മളാണ്.
ദൈവത്തിന് നമ്മളെ വീണ്ടും കളങ്കപ്പെട്ടവനെ പോലെ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ വികാരമാക്കി, നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിൻ്റെ ചിന്തയാക്കി, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടമാക്കി മാറ്റാൻ, നമ്മളെ മനസ്സ് പുതുക്കാൻ അടങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുവദിക്കാതിരിക്കാൻ പാടില്ല. അവനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഉള്ളതുപോലെയാക്കി തീർക്കണം. സത്യത്തിൻ്റെ ആത്മാവെന്ന സകല കള്ളങ്ങളും സംഭവിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിൽ നിന്ന് ഹല്ലേലൂയ സംഭവിക്കപ്പെട്ട കറപ്റ്റഡായിപ്പോയ സകല കള്ളങ്ങളെയും ഹല്ലേലൂയ വലിച്ചിറക്കി കളയുന്ന ഹല്ലേലൂയ ഒരാത്മാവാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഉള്ളത്തിൽ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരമായി വിടുവിക്കുന്നെങ്കിലും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പദം കാണാൻ പറ്റും: അവൻ്റെ ബലമുള്ള ഭുജം ഇറങ്ങിച്ചെന്ന ജനത്തെ അവിടെ നിന്ന് പിടിച്ചതായി. ആ കാഴ്ചപ്പാട് ഒന്നുകൂടെ കിട്ടണമെങ്കിൽ ദാവീദിൻ്റെ ഒരു ശുശ്രൂഷയെ കണ്ടാൽ മതി. തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം അതിനെ പിടിച്ചു. കൊമ്പലിനകത്ത് കുത്തിയിരിക്കുന്ന ആടിനെ രണ്ടായി വലിച്ചകർത്തി അതിൽ നിന്ന് പിടിച്ചിറക്കുന്നത് പോലെ ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരും. ഞാൻ എന്തിനാ ഇത് പദം പറഞ്ഞെന്നറിയാവോ? നമ്മുടെ ദേഹിയുടെ മേൽ അലിഞ്ഞുപോയ ലോകപരമായ വികാരിഷ്ട ചിന്തകളെ ഉള്ളതുപോലെ വലിച്ച് പറിച്ച് പുറത്ത് കളയാൻ പറ്റുന്ന ഒരാത്മാവാണ് നമ്മുടെ മേൽ. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കുണ്ടാകുന്ന മടുപ്പ്, ഹല്ലേലൂയ, പാരമ്പര്യത്തിൽ നിന്നോ ജീവിത രീതിയിൽ നിന്നോ നിങ്ങളിൽ കയറി വന്ന സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൻ്റെ മകനെന്ന രീതിയിൽ നിങ്ങളിൽ വരാൻ പാടില്ലാത്ത സ്വഭാവാനുഭവങ്ങളെ ഹല്ലേലൂയ മാറ്റാൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ മാറിയില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾക്കൊരു കുറവ് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനം പറയുന്നു, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ലത് കളയുന്നത്, ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അതാണ് ഞാൻ ആ വാക്ക് കോട്ട് ചെയ്തത്. ഇസ്രായേൽ ജനത്തിന് യുദ്ധം ചെയ്താൽ മിസ്രൈമിനെ തോൽപ്പിക്കാനുള്ള ആരോഗ്യമുള്ളവരായിട്ടാണ് ദൈവം അവരെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ മാനസികമായി തളർന്നുപോയ ജനം ഇസ്രായേൽ മിസ്രൈമ് വിട്ടിറങ്ങാൻ കഴിയാതെ ഒരു മാനസിക അടിമത്തത്തിൽ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെട്ടു. വിശുദ്ധന്മാർ പലരും വാക്കുകൾ കൊണ്ട് പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഇനി യുദ്ധം ചെയ്യുന്നത് ഞങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. ഒന്ന് പറയാമോ? നിങ്ങളുടെ പരാജയങ്ങളെ പരിഹരിക്കാൻ ആത്മാവ് അതുപോലെ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. ഈ ഒരു തൈ, ഒരു വേര് കൊണ്ടുവച്ച് ഒരു തെങ്ങ് കൊണ്ട് വെച്ചാൽ ഹല്ലേലൂയ ഒരു 10-30 വർഷം കഴിയുമ്പോൾ ആ വേരെങ്ങനെ ഇറങ്ങിയിരിക്കും? എങ്ങനെ ഇറങ്ങിയിരിക്കും? മണ്ണിനകത്തേക്ക് ആഴ്ന്നിറങ്ങിപ്പോവും അല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരാളുടെ വീട് മാറുന്നതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചെന്നപ്പം അവരത് പറിക്കാതെ വെച്ചോണ്ടിരിക്കുക. പുറത്ത് വെച്ച ഒരു ആലിൻ്റെ വേര് ബാത്റൂമിനകത്തൂടെ കയറി പുറത്ത് വന്നേക്കുക. ഞാൻ ചോദിച്ചു, ഇതന്നെ ആല് ബാത്റൂമിനകത്ത്? അത് ഞാൻ പറിക്കാതെ വെച്ചോണ്ടിരിക്കുക, ആ ബാത്റൂം അവർ ഉപയോഗിക്കുന്നില്ല. ഇത് പറിച്ചു കഴിഞ്ഞത് എവിടുന്ന് വരുന്ന അറിയത്തില്ലല്ലോ. അപ്പൊ ആ വീട്ടുകാർ വന്ന് മുറ്റു ബഹളം, നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഭിത്തി വിണ്ട് കീറിയെന്ന്. ഞാൻ അവരെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഭിത്തി ഇവരുടെ കുഴപ്പമല്ല, ഒരാലവിടെ കൊണ്ട് വെച്ചു പോയി. ആലിൻ്റെ വേര്, ആലാന്നാ തോന്നുന്നത്, ആലിൻ്റെ വേര് കയറിയതാ. അപ്പൊ ഈ വേരിന് എന്നാ പരിപാടി? വേരിൻ്റെ പരിപാടി എന്നാ? ആഴ്ന്നിറങ്ങുക. ഇച്ചിവിടെ മനസ്സിലാകുന്ന രീതി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയാം. എൻ്റെ മൂത്ത മോളുടെ ശരീരത്തിൽ ഒരു പാട് വന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി, ഇതെങ്ങനെ ഉണ്ടാകുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്.
നമ്മുടെ മുഖത്തൊരു ചെറിയ പാടുണ്ടെങ്കിലും അതിൻ്റെ വേരുകൾ കോശങ്ങൾക്കകത്തൂടെ ഇറങ്ങിക്കിടപ്പുണ്ട്, ഇല്ലേ? ഉണ്ടോ? അങ്ങനെയാണോ? അത് പുറത്തിച്ചിരി കാണുന്നുണ്ടെങ്കിലും അത് വീഡിയോയിൽ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. പെട്ടെന്ന് ഇങ്ങനെ തൊലി പറിച്ച് കളഞ്ഞാൽ അത് പോകത്തില്ല. കാരണം എന്തുവാ? അകത്തോട്ട് വേരുകൾ പോലെ ആദമിക പാപത്തിലൂടെ, പാരമ്പര്യത്തിലൂടെ നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ദേഹിക്കകത്തേക്ക് ആഴ്ന്നിറങ്ങിപ്പോയതിലെ നമ്മുടെ ഒരു തീരുമാനം കൊണ്ട് പരിഹരിക്കപ്പെടത്തില്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്രയോ തീരുമാനങ്ങളുണ്ട്. പക്ഷെ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നേക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. വന്നും പോയി നിന്ന കാലഘട്ടത്തിൽ അകത്തേക്കൊന്നും ഇറങ്ങിയില്ല. വരിക, അവനെ ശക്തിപ്പെടുത്തുക, ഉപയോഗിക്കുക. ഇപ്പോഴും ശക്തി മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇതാണ്. ഹല്ലേലൂയ. അകത്തോട്ട് വേണ്ട, പുറത്ത് വരിക, പോകുക. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പുറത്ത് വരിക, ആരാധിക്കുക, ഞങ്ങൾ പുറത്തു പോവുക. പക്ഷെ പുതിയ നിയമത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇട. അകത്തിറങ്ങും അകത്തിറങ്ങും നമ്മുടെ സ്വഭാവങ്ങൾ, ദേഹിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് പറഞ്ഞേ. പുതിയ നിയമത്തിൽ ആത്മാവ് അകത്തിറങ്ങും, അല്ലേ? പുതിയ സന്ധിമജ്ജകളെ തുളച്ചു ചെല്ലും ആത്മാവിന്റെ വചനം. ആമേൻ, ആമേൻ. ഡോക്ടർമാർക്ക് കയറി ചെല്ലാൻ പറ്റുന്നതിനേക്കാളും വേഗത്തിൽ ആത്മാവ് ഇറങ്ങിച്ചെല്ലും. ഒന്ന് ആത്മാവിൽ പറവേ. 3 രീതിയിലാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവന്റെ അകത്തിറങ്ങിച്ചെല്ലും. അകത്തിറങ്ങിച്ചെല്ലും. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായി അകത്തിറങ്ങിച്ചെല്ലും. സനീഷ് കേൾക്കുന്നോ? വ്യക്തിയുടെ രൂപാന്തരത്തിനായ ആത്മാവ് അകത്തിറങ്ങിച്ചെല്ലും. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. വ്യക്തി രൂപാന്തരത്തിനകത്ത് ആത്മാവ് അകത്തിറങ്ങി വരും. ഇത് സംഭവിക്കുമ്പോഴാണ് പുതിയ സൃഷ്ടിയാകുന്നത്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയുടെ സകല യോഗ്യതയും പുത്രനെ പോലെ അവന്റെ മേൽ വെളിപ്പെടുന്നത് ഹല്ലേലൂയ സ്നാനപ്പെട്ട് കയറുമ്പോഴല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ സ്നാനത്തെ അനുഭവിക്കപ്പെടുമ്പോഴാണ്. അകത്തനുഭവിക്കാവുന്ന പറ്റിയ രീതിയിലാണ് പരിശുദ്ധാത്മ പറഞ്ഞു വന്നിരിക്കുന്നത്. 2, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ശക്തിയാ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതെങ്കിലും നന്നായി അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആഴത്തിൽ അനുഭവിക്കുക. 2 രീതിയിലാ പ്രവർത്തനമുണ്ട്. അകത്തു നിന്ന് പുറത്തേക്കും വരും, മേളിൽ നിന്ന് ശരീരത്തിലേക്കും വരും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ആഴത്തിൽ അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ പിറകിൽ ചില ഉദ്ദേശങ്ങൾ ദൈവത്തിന് നടപ്പിലാക്കാൻ വേണ്ടിയാ. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നിന്റെ മേൽ ഒരു ശക്തി വരുന്നത് ഒരു ഉദ്ദേശ കാര്യത്തിന് വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ ഇത് വരുമ്പോൾ നിന്റെ മേൽ ഒരു യോഗ്യതയുള്ള ഒരു ക്വാളിറ്റി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷയാണെങ്കിൽ അത് അവിടെ തുടങ്ങും. ഗിഫ്റ്റ് ആണെങ്കിൽ അത് അവിടെ തുടങ്ങും. പിന്നീട് ഞാൻ എക്സ്പ്ലനേഷൻ നടത്താം. ഹല്ലേലൂയ. മേൽ വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിൽ ഗുണഫലമായി കാണിച്ചതും പുതിയ നിയമത്തിൽ ഗിഫ്റ്റുകളായി കാണിച്ചതുമായ അനുഭവങ്ങൾ പോലെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വന്നെന്ന് പ്രൂവ് ചെയ്യിക്കാൻ ശക്തിയുടെ വെളിപ്പെടുത്തലുകളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാല് തന്നെ പറയും. നിങ്ങൾ അറിയാതെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരു വൈദ്യുതി പ്രവർത്തിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് സ്പീഡിൽ നീ പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പീലിപ്പോസിന്റെ മേൽ വന്നപ്പോൾ കാറ്റിനേക്കാൾ വേഗതയുണ്ടായി അവന്. ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ ഹല്ലേലൂയ ആഹാബിന്റെ രഥം തോറ്റുപോയി. ഇന്ന് പകല് ഒരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ അയക്കപ്പെടട്ടെ.
ഹല്ലേലൂയ. ഈ പട്ടണങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ദൈവശക്തിയുടെ പ്രവർത്തനം ഉദ്ദേശത്തിന് വേണ്ടി വെളിപ്പെടട്ടെ. കാരണം അടിച്ചതിനൊക്കെ സ്വീകരിക്കണം. ഈ പട്ടണത്തെ ഹല്ലേലൂയ ദൈവം ശുദ്ധീകരിക്കാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേലെ ഒരു സാധാരണ അനുഭവമല്ല വെളിപ്പെട്ടത്, അത് ആത്മാവിൻ്റെ ശക്തിയാണ്. ശക്തി വെളിപ്പെട്ടവരുടെ ലിസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പഴങ്കഥയാകുന്നില്ലെങ്കിൽ ഒരു വാക്ക് പറയാം. ഒരു മനുഷ്യൻ സ്വഭാവം കൊണ്ട് തോറ്റുപോയൊരു മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു സ്ത്രീ വിഷയത്തിൽ തോറ്റുപോയി. ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവം പുറത്തെടുത്ത് ശക്തി നിർത്തിയ ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് വെളിപ്പെട്ട അശുദ്ധി നിമിത്തമായി ഇറങ്ങിപ്പോയ ആത്മാവിൻ്റെ ശക്തി ഒരിക്കലൂടെ എൻ്റെ മേൽ അയക്കണമെന്ന് ദാഗോന്റെ ദേവാലയത്തിൽ ഇരു കരങ്ങളിലും 2 തൂണുകളിലേക്ക് വലിച്ചു കെട്ടപ്പെട്ട മനുഷ്യൻ ഹല്ലേലൂയ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടും അകത്ത് വെളിപ്പെട്ട ദൈവ ഉദ്ദേശം തിരിച്ചറിഞ്ഞവൻ പ്രാർത്ഥിക്കുന്നു, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ മേൽ ആ ശക്തി നൽകണമേ. അത് കാലഘട്ടം പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ മാറാതെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നിങ്ങൾ അനുവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാത്മാവിൻ്റെ ശക്തിയുണ്ട്. അവൻ ദൈവരാജ്യം പുറത്തു കൊണ്ടുവരാനാ പ്രവർത്തിക്കുന്നത്. ആമേൻ. പഴയ നിയമത്തിനകത്ത് ഹല്ലേലൂയ ക്രിസ്തു എന്ന വാക്തത്വ പുരുഷൻ പുറത്തു വരുന്നതിന് കാരണമാകുന്ന അനുഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യുവാൻ ഒരു ജാതിയെ വേർതിരിച്ച് ആ ജാതിയുടെ കരുതലിന് വേണ്ടി, യഹൂദ ജാതിയുടെ കരുതലിന് വേണ്ടി, അതിലൂടെ പുറത്തു വന്ന തലമുറകളെ സൂക്ഷിക്കാൻ വേണ്ടി, പുറത്തു വന്ന ജനതയെ സൂക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി പുറത്തു വന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു ജാതിയെ സൂക്ഷിക്കാനല്ല, എല്ലാ ജാതിയിലൂടെയും ദൈവം തൻ്റെ രാജ്യത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് ഞാൻ പറയാം, ആരെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ ഇഷ്ടമായ ദൈവരാജ്യ പ്രവൃത്തിക്ക് വേണ്ടി നിന്നാൽ ഭൂമിയിലെ യോഗ്യതയല്ല ഇറങ്ങി നിൽക്കുന്നത്, ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട യോഗ്യതയായ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ എല്ലാ അവസ്ഥകളെയും മാറ്റിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവരോട് ഞാൻ പറയുന്നു, പരിഹരിക്കാൻ പറ്റാത്ത നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ പരിശുദ്ധാത്മാവ് അകത്തിറങ്ങി വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാന്ന് ഞാൻ പറഞ്ഞു. അടുത്തൊരു ഭാഗത്തോടെ ഞാൻ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്ത് വരും, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. ഇടയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു സമൂഹത്തിൻ്റെ വേർതിരിക്കലിന് വേണ്ടി നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഒരു ദൂതിനെ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നു, ഇടയിൽ പ്രവർത്തിച്ചാൽ തിരിയാത്ത മനസ്സുകൾ തിരിയും. ഇടയിൽ പ്രവർത്തിച്ചാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളുടെ ദൈവത്തിനായി വശീകരിക്കും. ആ ഒരു ആശയം കേട്ടിട്ടുണ്ട്, എൻ്റെ ആശയമല്ല. ദൈവത്തിനായി വശീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് പകല് മിറക്കിൾ ഹാർവസ്റ്റിൻ്റെ നിയോഗം മിറക്കിൾ ഹാർവസ്റ്റ് ഏറ്റെടുത്താൽ ദൈവം ഈ ദേശത്തെ വശീകരിക്കാൻ വേണ്ടി ഹല്ലേലൂയ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ പോകുകയാണ്. ആ വാക്കിനെ തെറ്റിദ്ധരിക്കണ്ട. ഹല്ലേലൂയ. അവൻ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പ്രവൃത്തി വലുതാണ്. ഹല്ലേലൂയ.
പ്രൊജക്റ്റ് ചെയ്യുന്ന പദങ്ങൾ മുഴുവൻ പഴയ നിയമത്തിൽ നിന്നാണ്. പക്ഷേ ഒന്ന് ഇൻസൈറ്റിലൂടെ, ഒന്ന് ആത്മക്കണ്ണുകളിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ. മർക്കോസിൻ്റെ മാളികമുറിയിൽ നോക്ക്, ഹല്ലേലൂയ, കാണുന്നവർക്ക് ആശങ്കപ്പെടുമാറ് സാധാരണക്കാരും സാമാന്യരുമായ ഒരു ജനത്തിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്ത് വരുന്ന ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, അവനെ കാണുന്നവർക്കും മനസ്സിലാകും. സ്വഭാവത്തിൽ അനന്തമായ വ്യത്യാസമുണ്ടാകും. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടു നിൽക്കുന്നവർക്കും അവന് മനസ്സിലാകാം. കാരണം അവൻ്റെ യോഗ്യതയ്ക്കപ്പുറം പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്ന അറിയാൻ പറ്റും. അതിനേക്കാളും അപ്പുറമാണ് ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. ഒരു ദേശത്തെ തന്നെ തിരിക്കാനാണ്. ഇന്ന് പകൽ ആ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുക. ഹല്ലേലൂയ. ഈ ചർച്ചിന് വേണ്ടി ഈ പട്ടണത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കാൻ പോവുകയാണ്. റിങ്കുവാണോ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, അതോ രൂപനാണോ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരാത്മ പകർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ ആ ദേശം അത് കാണട്ടെ. ഹല്ലേലൂയ. ഒരാത്മ പകർച്ച കൂട്ടത്തിലിറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അത്. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിയിരുന്നവരുടെ നടുവിൽ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ മാളികമുറിക്കകത്ത് ആ ആത്മപകർച്ച കാണാൻ കഴിയുന്നു. കൊർന്നല്യോസിൻ്റെ വീട്ടിനകത്ത് ആ ആത്മപകർച്ച കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യോക്യ സഭയ്ക്കകത്ത് ആത്മപകർച്ച കാണുന്നുണ്ട്. യുഗങ്ങൾക്കകത്തേക്ക് കണ്ണു നട്ടിയാൽ ഓരോ ഉണർവുകളും ഒരു അസാധാരണ ആത്മപകർച്ചയായിരുന്നു. Yes, we waiting for the revival of Kerala, revival of India. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ അനുഭവിക്കുക. ഒരു പദം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. ദാഹിച്ചു നിൽക്കുന്ന ജനത്തെ നോക്കി യേശു കർത്താവ് പറഞ്ഞു പദം, ആരെങ്കിലും ദാഹിക്കുന്നവരായി ഇതിന്റെ നടുവിലുണ്ടോ, അവൻ എൻ്റെ മേൽ വരിക. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദിയെ ഞാൻ ഒഴുക്കിത്തരാം. ഹല്ലേലൂയ. ഉറവകളില്ലാതെ വണ്ണം അസ്തമിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തെ നോക്കി യേശു പറയാം, ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടോ, അവരുടെ ഉള്ളിൽ നിന്ന് ഉറവകളെ ഞാൻ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഏദനിൽ ആദാം അടച്ച ഉറവ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ രണ്ടാം ആദാമായ ക്രിസ്തു തുറക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ, ഞാൻ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഉറവയെ തുറക്കാം. ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിന്നാണ്. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു നിൽക്കുക. നിന്റെ ശരീരം എത്ര ബലഹീനമായിരുന്നാലും, നിന്റെ സാഹചര്യം എത്ര പ്രശ്നമായിരുന്നാലും, യേശു കർത്താവിനത് വിഷയമല്ല. കാരണം നിന്റെ ഉള്ളത്തെ നിറയ്ക്കുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന ഉറവ കൊണ്ടാ. അതുകൊണ്ട് അവിടെ എഴുതപ്പെട്ടു, അവിടെ പറഞ്ഞിരിക്കുന്നത് നദിയെക്കുറിച്ചല്ല, ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ മേൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകലത് കേട്ടവർക്കായി സ്തോത്രം. നിന്റെ അകത്തൊരു ഉറവയുണ്ട് കേട്ടോ. ഉറവ. ഹല്ലേലൂയ. എന്താണെന്നറിയോ? ഉറവ തുറന്നാൽ നീ ഒരു നദി പോലെ ഒഴുകും. എത്ര ഡ്രൈനെസ്സിൽ നിൽക്കുന്നവനാണെങ്കിലും ചില നദികളൊക്കെ ഇല്ലേ. ഞാൻ ആസാമിൽ ചെന്നപ്പോൾ അജിത് പാസ്റ്ററിനെ നദിയുടെ തീരത്തിൽ കൊണ്ടുപോയി നിർത്തി. ആ നദി കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. കാര്യം കടൽ കണ്ടിട്ടുള്ള ഞാനാണ്. കാരണം ആ രീതിയിലാണ് കിടക്കുന്നത് നദിയുടെ കടപ്പ്. കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങി ചെന്നപ്പം വലിയ വെള്ളത്തിൻ്റെ സാധ്യത ഞാൻ അവിടെ കണ്ട്, വലിയ ആഴം. ഞാൻ മേലോട്ട് നോക്കുമ്പം ആ നദി വലിയതാണ്, വരണ്ട് കിടക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചില സമയങ്ങളിൽ ഒരു കാടിന് നടുക്കൂടെ ഈ നദി വരും. നദി വരാൻ നേരത്ത് തൊട്ടടുത്തുള്ള 3 ഗ്രാമങ്ങളിലെ ആൾക്കാർ അടുത്ത പ്രദേശങ്ങളിലേക്ക് പോകും. ആ നദി തന്നെ അത്ര പൊക്കത്തിലാണ്. ഞാൻ ഒത്തിരി താഴത്തിൽ ഇറങ്ങി ചെന്ന
പുള്ളി ഈ നദിക്കകത്തേക്ക് വെള്ളം വരാൻ നേരത്ത് അടുത്തുള്ള ഗ്രാമങ്ങൾക്കകത്തേക്ക് ആ ജനങ്ങൾ അടുത്ത സ്ഥലത്തു നിന്ന് പോകും. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വരണ്ട് കിടക്കുന്ന നിന്റെ അകത്തൊരു ഉറവയുണ്ട് കേട്ടോ. ഉറവ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത ഉണർവിന് വേണ്ടി ഉറവ തുറന്നു വരും. ഹല്ലേലൂയ. എന്നാ സെറ്റിൽമെന്റ് ആണ്. കർത്താവ് ഓരോ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഉറവ. കടം കയറി പ്രശ്നത്തിൽ കയറിയ വീട്ടിനകത്തെ ഭരണികൾക്കകത്ത് നിന്ന് ഉറവകൾ പുറത്തു വന്നതുപോലെ, എണ്ണയുടെ അഭിഷേകമുള്ള ഉറവകൾ പുറത്തു വന്നതുപോലെ, മരണം മണത്ത വീടായ സാരാഭാത്തിലെ വീട്ടിൽ നിന്ന് ഉറപ്പ് പുറത്തു വന്നതുപോലെ. യെസ്. ഓ ആത്മാവിൽ സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. ഉറവകളെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ഉറവകളെ തുറക്കട്ടെ. നിന്റെ വീട് ഒരു ഉറവയാണ്. നീ ഒരു ഉറവയാണ്. നീ ദൈവത്തിന്റെ ഉറവയാണ്. മണ്ണിട്ട് മൂടിയതെല്ലാം തുറക്കട്ടെ. മണ്ണിട്ട് മൂടിയതെല്ലാം തുറക്കട്ടെ. മണ്ണിട്ട് മൂടിയതെല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. മണ്ണിട്ട് മൂടിയതെല്ലാം തുറന്നു വരട്ടെ. നിന്റെ സ്വഭാവത്തെ, നിന്റെ പ്രവൃത്തികളെ വൈകൃതമാക്കുന്ന എല്ലാ ഇടപെടലുകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നദി തുറക്കാൻ വേണ്ടി വിട്ടു നൽകുന്നു. ഗെറ്റ് റെഡി. ഒരാത്മപകർച്ചയ്ക്ക് തയ്യാറാകുക. നിന്റെ പട്ടണത്തെ ആത്മാവിന് ഒരുമിച്ച് പിടിക്കുന്ന ഒരു കാലഘട്ടം പ്രായമുള്ളവർ തന്നെ ആരാധിക്കാൻ, പ്രായമുള്ളവർ തന്നെ ശുശ്രൂഷിക്കാൻ തയ്യാറായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ മധ്യവയസ്കർ കൂടെ അതിനകത്ത് കയറി ആരാധനയിൽ തുടർന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പുതിയ നിയമത്തിലെ പ്രവചനം കിടക്കുന്ന വാക്ക്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്നാൽ പ്രായഭേദമന്യേ സമയവ്യത്യാസമന്യേ ദൈവം എല്ലാവരും ഉപയോഗിക്കാൻ പോവുക. ദർശനങ്ങളും സ്വപ്നങ്ങളും ആത്മാവിൻ്റെ ഗിഫ്റ്റുകളായി തുറക്കപ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ അകത്തേക്ക് ഒന്ന് ഒഴുകി ഇറങ്ങണമേ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ച മനുഷ്യൻ ഏലിയാവ് ഡബിൾ ചെയ്ത് നിർത്തുമ്പോൾ, ഇവിടെ നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത് ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്കല്ല. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ആത്മാവ് ഏലിയാവിൽ വെളിപ്പെട്ടതുപോലെ അല്ല നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നത്? മുഴുവൻ സ്വഭാവ ഗുണത്തോടെ, മുഴുവൻ ഗിഫ്റ്റോടെ, മുഴുവൻ ദൈവ സ്വഭാവത്തോടെ, മുഴുവൻ ക്വാളിറ്റിയോടെ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ അമ്മേ നാമത്തിൽ ഇത് ഇവരുടെ മേൽ പതിയട്ടെ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, അവരുടെ മേൽ പതിയിരിക്കുകയാണ്. ദ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് ഓഫ് ഗാഡ് നിന്റെ മേൽ പതിയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്നെ ഒരു ദൈവപ്രവൃത്തിയാക്കി ഈ പട്ടണത്തിൽ ദൈവം മാറ്റും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ പറയുന്നു, നീ ഒരു അത്ഭുതമായി പട്ടണത്തിന് മാറും. ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ പറയുന്നു, നീ ദൈവത്തിൻ്റെ കരമായി പട്ടണത്തിൽ മാറിയിരിക്കും. ആരേറ്റെടുക്കുന്നു അവരോട് പറയും, നീ ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കും. പിടിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. നിന്റെ സാഹചര്യങ്ങളെ നോക്കരുത്, നിന്റെ അനുഭവങ്ങളെ നോക്കരുത്, വിദ്യാഭ്യാസത്തെ നോക്കരുത്, ഇന്നത്തെ ജോലി നോക്കരുത്, സമയമുണ്ടോ ഇല്ലയോ എന്ന് നോക്കരുത്. നീയാണ് ആ വ്യക്തി. ദൈവത്തിൻ്റെ ഉറവ ഒളിപ്പിക്കപ്പെട്ട വ്യക്തി നീയാണ്. കുത്തൊഴുകുന്നത് പോലെ നിന്നിൽ നിന്ന് ആർത്ത് ഉയരമ്പി പുറത്തു വരും.
ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇനിയുള്ള കാലഘട്ടം മിറക്കിൾ ഹാർവസ്റ്റിന്റെ ഹാർവസ്റ്റ് വെളിപ്പെടുന്ന ഉറവകൾ പുറത്തു വരുന്ന കാലഘട്ടമായി തീരട്ടെ. മുരടിച്ചു പോയ മേഖലകളെ ആത്മാവിന്റെ ഉണർവുകളാക്കി മാറ്റുന്ന, തളർന്നു പോയ മേഖലകളെ കർത്താവിന്റെ ശക്തിയാക്കി മാറ്റുന്ന, ഓ ഭയങ്കര അപ്ഡേഷൻസുകളെ പരിശുദ്ധാത്മ വെളിപ്പെടുകയാണ്. സ്പിരിറ്റിന്റെ അപ്ഡേഷൻസുകൾ വെളിപ്പെടട്ടെ. ഓ എല്ലാവരുടെ മേലത് പതിയട്ടെ, എല്ലാവരുടെ മേലത് പതിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ വ്യക്തിത്വ ഗുണങ്ങൾ ഇവരുടെ മേൽ ഇപ്പോൾ മുതൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, കൗൺസിൽ സെന്ററുകൾ ആരംഭിക്കട്ടെ. കൗൺസിലിംഗ് സെന്ററുകൾ, മാനസിക വൈകൃതത്തിലേക്ക് പോയ സമൂഹത്തെ തിരിക്കാൻ സഭയ്ക്ക് കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടാകട്ടെ. നിന്റെ കുടുംബം തകർന്നു കിടക്കുകയാണെങ്കിൽ ഈ പകറിൽ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ആത്മാവിനെ അനുവദിക്കുക. നന്നാക്കാൻ അറിയുന്നവൻ നിന്റെ വീട്ടിൽ, കാര്യസ്ഥൻ വീട്ടിൽ കയറി വരണം. ഒരു ശക്തിയായിട്ടല്ല, വ്യക്തിയായിട്ട്, വ്യക്തിയെ അനുവദിക്കുക. ബൈബിളിന്റെ പുതിയ നിയമഭാഗത്തേക്ക് നോക്കി നിൽക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പത്രോസിനെ സമ്മതിക്കാതെ, പൗലോസിനെ സമ്മതിക്കാതെ, ദൈവ ഇഷ്ടങ്ങൾ അല്ലാത്തതിലേക്ക് കാലുവെക്കാൻ അനുവദിക്കാത്ത ഒരു ഹോളി സ്പിരിറ്റ് അനുവദനീയമായ സമയങ്ങളിൽ ദൈവ ശബ്ദം ഉപയോഗിച്ച് പട്ടണങ്ങൾക്ക് ഉണർവാക്കി മാറ്റുന്ന ശബ്ദമായി പരിശുദ്ധാത്മാവ്. വെറും ശബ്ദമല്ല, കാര്യസ്ഥരായി കൂടെ ഇറങ്ങുകയാണ്. സാമ്രാജ്യങ്ങൾ തോറ്റുപോകുന്ന പ്രവൃത്തിയായി ദൈവം അവതരിപ്പിക്കാൻ തുടങ്ങി. കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം. ആഴമായി ആഗ്രഹിച്ചാട്ടെ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേലായി